ഗൈസ് പൊതുവിൽ എയറിലുള്ളൊരു വിഷയമാണ് ഇന്ത്യൻ താരങ്ങളുടെ, പ്രത്യേകിച്ച് ISL കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളുടെ ഒരു സാലറി അത് ഒരു ഓവർ പെയ്ഡ് ആണ് എന്നുള്ള നിലയ്ക്കൊക്കെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ മച്ചാന്മാരൊക്കെ. അപ്പം സത്യത്തിൽ ഇത് ഓവർ പെയ്ഡ് ആണോ, ഇതിൻ്റെ ഒരു ഗുണം എന്താണ്, ദോഷം എന്താണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാം. ഗൈസ് നമുക്ക് ആദ്യം ചില കണക്കുകൾ, അതായത് അൺഒഫീഷ്യൽ കണക്കുകളാണ്. കാരണം ഒഫീഷ്യലായിട്ട് ഈ സാലറി എത്ര ആണെന്നുള്ളത് കൃത്യമായിട്ടൊന്നും പുറത്തു വിടത്തില്ല. 2018-19 സീസൺ വരെയൊക്കെ ISL വെബ്സൈറ്റിൽ തന്നെ ഇത് പുറത്തു വിട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ചില അൺഒഫീഷ്യൽ കണക്കുകൾ, അതുകൊണ്ട് തന്നെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇന്ന പ്ലേയേഴ്സിന് ഇത്രയൊക്കെ സാലറി കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. ഞാൻ നമ്പേഴ്സ് മാത്രം പറയാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 3 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 3 കോടിയൊക്കെ സാലറി വാങ്ങുന്ന ഏതാണ്ട് 3ഓളം ഇന്ത്യൻ താരങ്ങളാണുള്ളത്. ഈ 3 പേരും ഒരേ ക്ലബ്ബിൽ കളിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 2 കോടിക്കും 3 കോടിക്കും ഇടയിൽ സാലറി വാങ്ങുന്ന 4ഓളം പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരു 1.5 കോടിക്കൊക്കെ മുകളിൽ സാലറി വാങ്ങുന്ന ഏതാണ്ട് 5ഓളം പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ 1 കോടിക്ക് മുകളിൽ വാങ്ങുന്ന കുറച്ചധികം പ്ലേയേഴ്സാണ്, ചിലപ്പോൾ 10ലോ അതിൽ കൂടുതലോ ഒക്കെ അധികം പ്ലേയേഴ്സ് കാണും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ലിസ്റ്റ് നോക്കിയ സമയത്ത് 2 കോടി വാങ്ങുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറെ കാണാൻ സാധിച്ചു. ഒരു ഇന്ത്യൻ താരമാണ്, മലയാളിയല്ല. നിങ്ങൾ ആരാന്ന് വെച്ചാൽ ഒന്ന് ഗസ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബെറ്റർ ലൈഫ് കിട്ടും, അവരുടെ ഒരു ലൈഫ് സ്റ്റൈല് ബെറ്റർ ആകും, പിന്നെ ലൈഫ് സെറ്റിലാകും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സാലറി കിട്ടുമ്പോഴത്തേക്കും ഒരു സ്പോർട്സ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, അങ്ങനെ ഒരുപാട് നീണ്ടു നിൽക്കുന്ന, ഇപ്പം സിനിമാ താരങ്ങളെയൊക്കെ പോലെ ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു കരിയറൊന്നുമല്ല, പ്രത്യേകിച്ച് ഫുട്ബോൾ പോലെയുള്ള ഒരു പ്രൊഫഷണൽ നോക്കുന്ന സമയത്ത്. അപ്പം അവർ ഉള്ള സമയത്ത് കൂടുതൽ ഏൺ ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറാണ് നിൽക്കുന്നത്. അപ്പം അത് ഇവിടുത്തെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമായിട്ട് പറയാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യമാണ് നെക്സ്റ്റ് ജനറേഷന് ഒരു മോട്ടിവേഷൻ കൊടുക്കാം. കാരണം കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരു ജോബ് എന്നുള്ള ഒരു നിലയിൽ കൂടി ഇതിനൊരു വാല്യൂ വരുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ടും പുതുതായിട്ട് വരുന്ന തലമുറയെ, കുട്ടികളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമൂഹം അല്ലെങ്കിൽ അവരുടെ പേരൻസും എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഈ ഒരു ഇതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിലയ്ക്കൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം പല ഇന്ത്യൻ താരങ്ങൾക്കൊക്കെ പണ്ട് സാലറി ഒന്നും അങ്ങനെ അധികം കിട്ടിയിരുന്നില്ല. അപ്പം അവർക്ക് പിന്നീട് അവരുടെ ഒരു കരിയറിന് ശേഷം ഗവൺമെൻറ് ജോബിനൊക്കെ വേണ്ടിയിട്ട് അവർ നടക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു സാലറി കൂടുതലൊക്കെ കിട്ടുന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും അവരങ്ങനെ ഒരു ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യകത വരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ജീവിതം സെറ്റാകാനുള്ള പൈസ ഇങ്ങനെ ഒരു സാലറിയൊക്കെ കൂടുതൽ കിട്ടുന്നൊരു സാഹചര്യത്തിൽ ഇപ്പം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പല പ്ലേയേഴ്സും അവരുടെ ഒരു കുടുംബം പുലർത്താനൊക്കെ, അതായത് എക്സ് പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ കുടുംബം പുലർത്താൻ ലോക്കൽ ടൂർണമെൻറ്റ് വരെയൊക്കെ കളിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതൊക്കെ ഏറെക്കുറെയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു അതർ സൈഡാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇപ്പോൾ ഏതൊരു ക്ലബിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഒരു പ്രോഫിറ്റിലൊന്നും അല്ല പോകുന്നത്, ലോസിലാണ് ഓരോ വർഷം കഴിയും തോറും പോകുന്നത്. ഇപ്പം പല ക്ലബിൻ്റെയൊക്കെ ലോസ് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു കാര്യമാണുള്ളത്. എങ്കിലും ഇപ്പം ഒരു ബിഗ് സ്പെൻഡിങ് ആയിട്ടുള്ള ഇന്ത്യയിലെ ക്ലബ്ബുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ആവശ്യത്തിന് പണമുണ്ട്, അവർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പം താരങ്ങളെയൊക്കെ സ്വന്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റ് ക്ലബ്സും പലപ്പോഴും ഈ ഒരു നിലയ്ക്ക് ഇത്രയെങ്കിലുമൊക്കെ സാലറി കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പം അതിലും അവരുടെ ഒരു സസ്റ്റൈനബിലിറ്റിയിലോട്ടുള്ള ഒരു ദൂരം കൂട്ടാനൊക്കെ ഇത് ഒരുപക്ഷെ കാരണമായേക്കും എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് നമ്മളുടെ ഇന്ത്യൻ താരങ്ങൾ വിദേശ ലീഗുകളിൽ പോയി കളിക്കുന്നില്ല? അതിപ്പം യൂറോപ്പിലെ ലീഗുകളിലാണെങ്കിലും ഏഷ്യയിലെ ലീഗിലാണെങ്കിലും പോയി കളിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നൊരു കാര്യമാണ്. ഇപ്പം യൂറോപ്പിലെ പ്രീമിയർ ലീഗോ ലാ ലീഗയോ ബുണ്ടസ് ലീഗോ ഒന്നും അല്ല പറയുന്നത്, അവിടുത്തെ ഒരു സെക്കൻഡ് ഡിവിഷനിലാണെങ്കിൽ കൂടി, അവിടുത്തെ ടോപ്പ് ലീഗുകളിലെ തന്നെ ഒരു സെക്കൻഡ് ഡിവിഷനിലാണെങ്കിൽ കൂടി എന്തുകൊണ്ട് കളിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഏഷ്യൻ ലീഗുകൾ കളിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ വന്ന സമയത്താണ് അതിൻ്റെ ഒരു റീസണും ഈ പറഞ്ഞ പോലെ സാലറി കൂടുതൽ ഇന്ത്യയിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അതിൻ്റെ കാരണത്തിലേക്ക് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സെഗുണ്ട അല്ലെങ്കിൽ ഫ്രഞ്ച് ലീഗ് 2 അല്ലെങ്കിൽ ഡച്ച് സെക്കൻഡ് ടയർ, പോർച്ചുഗൽ സെക്കൻഡ് ടയർ, ഇങ്ങനെയുള്ള ലീഗുകളിലെയൊക്കെ പറഞ്ഞ പോലെ അവർക്ക് കിട്ടുന്ന പ്ലേയേഴ്സിൻ്റെയൊക്കെ സാലറി കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു. അതിലിപ്പോൾ ഞാൻ UK പോയിട്ടില്ല. അവിടെ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി ടോപ്പ് 2 ടയേഴ്സിലേക്ക് കളിക്കണമെങ്കിൽ വർക്ക് പെർമിറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താണെങ്കിലും പ്ലേയേഴ്സിന് നിലവിലത്തെ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ സെഗുണ്ടയിലെയൊക്കെ കാര്യം എടുത്തപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ടോപ്പ് 50 പ്ലേയേഴ്സിന് വരെയൊക്കെ കിട്ടുന്നത്, ഇപ്പം ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു 50ാമത്തെ പ്ലെയറിൻ്റെ ഒരു ലിസ്റ്റൊക്കെ എടുക്കുമ്പോൾ തന്നെ അവിടെ 4 കോടി അങ്ങനെയൊക്കെ ലെവലിലാണ് കിട്ടുന്നത്. അതുപോലെ ഫ്രഞ്ച് ലീഗ് 2 ഒക്കെ ആണെങ്കിൽ നോക്കിയാലും 3 കോടി ആ റേഞ്ചിലൊക്കെയാണ്. അതിനേക്കാൾ കുറവാണ് ഡച്ച് ലീഗിലും മറ്റ് പോർച്ചുഗൽ ലീഗിൻ്റെയൊക്കെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ജപ്പാൻ ലീഗ്, ജെ ലീഗിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവരുടെ ഫസ്റ്റ് ഡിവിഷൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ
4 CR ഒക്കെ വരെയാണ് ഒരു ടോപ്പ് 50 പ്ലേയേഴ്സിന് കിട്ടുന്നത്. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സെക്കൻഡ് ടയറിലെ ഒരു ടോപ്പ് പ്ലേയേഴ്സിന് പോലും കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 4 CR 3 CR എമൗണ്ട് ഒക്കെയാണ്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ പ്ലേയേഴ്സിന് ഇത്രയും വലിയൊരു എമൗണ്ട്, ഒരു 3 CR അല്ലെങ്കിൽ 2 CR ലെവലിലൊക്കെ പ്ലേയേഴ്സിന് കിട്ടുന്നത്. അപ്പം ഇവർ ആ ഒരു ലീഗിൽ പോയി കളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരിക്കലും ഒരു ടോപ്പ് പ്ലെയർ എന്ന ലെവലിലായിരിക്കത്തില്ലല്ലോ പോകുന്നത്. അപ്പം എന്താണെങ്കിലും അവരുടെ ഒരു സാലറി 1 കോടിക്കൊക്കെ താഴെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ പോയി കളിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് മിക്ക ആളുകളും പോകാത്തതിനൊരു കാര്യം. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി കളിച്ചിട്ട് അവർ പ്രൂവ് ചെയ്ത് ടോപ്പ് ലെവലിലോട്ട് എത്തുന്ന അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പോകണം. അപ്പം പല പ്ലേയേഴ്സിനൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടായിരിക്കും, യൂറോപ്പിലൊക്കെ പോയി കളിച്ച് അങ്ങനെ സെറ്റായി പറഞ്ഞാൽ അങ്ങനെ ടോപ്പ് ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ടോപ്പ് ടയേഴ്സിലൊക്കെ കളിച്ച് ഇതിനേക്കാൾ കൂടുതൽ, അതായത് ഇന്ത്യക്ക് കിട്ടുന്നതിൻ്റെയൊക്കെ 10 ഇരട്ടി വരെ കിട്ടാവുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്താം. ഇപ്പം അതിനിപ്പോൾ ഒരു ഉദാഹരണമൊക്കെ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം ഗുർപ്രീത് സിംഗ് സന്ധു നോർവേയിലെ സ്റ്റെബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിൽ പോയി കളിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പണമൊക്കെ കിട്ടുന്ന ഗോൾ കീപ്പേഴ്സിൽ 1-2 പ്ലേയേഴ്സിൽ ഒരാളാണ്. അദ്ദേഹത്തിന് 1.5 കോടിക്കൊക്കെ മുകളിൽ സാലറി ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നോർവേ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ 50 ലക്ഷത്തിലൊക്കെ താഴെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സാലറി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ലാലുങ്സാല ചാങ്ദെ എന്ന് പറയുന്നൊരു പ്ലെയർ. അറിയാമല്ലോ, ഇപ്പോൾ ഒരു ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്നൊരു പ്ലെയറാണ്. അദ്ദേഹത്തിന് നോർവേയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. ചിലപ്പം ഇതേ റീസൺ തന്നെ ആയിരിക്കും. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ 1 കോടിക്കൊക്കെ താഴെയോ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് 1 കോടിക്കൊക്കെ ഇടയിലുള്ളൊരു സാലറി ഒക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് കിട്ടുന്നതിൻ്റെ 4-1 കിട്ടുന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു താരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിലുള്ള ആ ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നത്. എന്നാൽ ഇതൊക്കെ താണ്ടി ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം നമ്മളൊരു നാഷണൽ ടീമിൻ്റെ ഒക്കെ പെർസ്പെക്റ്റീവിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലെയർ വിദേശ ലീഗുകളിലൊക്കെ പോയി കളിക്കുമ്പോഴത്തേക്കും അവിടെ എന്താണെങ്കിലും ഇവിടുത്തേനേക്കാളും കോമ്പറ്റീറ്റീവ് ആയിരിക്കും ലീഗ്, ഇവിടുത്തേനേക്കാളും ഒരു ഇൻറ്റൻസിറ്റി കാണും. അവിടുത്തെ ടെക്നിക്കൽ കൂടുതൽ പ്ലെയേഴ്സുമായിട്ട് കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. അപ്പം ഗുർപ്രീത് ആണെങ്കിലും ബ്രാൻഡൻ ഒക്കെ ആണെങ്കിലും അവിടെ പോയി കളിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ് അവരുടെ കരിയറിൽ ഇപ്പോൾ ഉടനീളം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഫുട്ബോൾ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ടാണ്. ആ ഒരു കുറഞ്ഞ കാലയളവിൽ അവർ കൂടുതൽ മണി ഏൺ ചെയ്യുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും എപ്പോഴും പ്ലേയേഴ്സ് ചൂസ് ചെയ്യുക. സോ ഞാൻ ഈ വിദേശ ലീഗുകളിൽ എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ കൂടി പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പ്ലേയേഴ്സ് ഓവർ പെയ്ഡ് ആണോ എന്ന് ഇത് ചെയ്യാൻ ഞാൻ മറ്റ് ചില നമ്പേഴ്സും കൂടി പറയാം. അതായത് ISL വന്ന് കളിക്കുന്ന ഇപ്പം വിദേശ താരങ്ങളുടെ ചില കണക്കുകളാണ്. അതിലിപ്പം 3 കോടിയിലൊക്കെ കൂടുതൽ ഏൺ ചെയ്യുന്ന ചില താരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ദിമി പെട്രറ്റോസ് അല്ലെങ്കിൽ കമ്മിങ്സ്, ഇപ്പോൾ ലൂണ ഓൾമോസ്റ്റ് 3 CR ആണെന്ന് പറയുന്നത്. ഇപ്പോൾ നോവ അടുത്ത വർഷം 3 CR ആണെന്ന് പറയുന്നതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇതിൽ താഴെ 3 കോടിക്കൊക്കെ താഴെ മേടിക്കുന്ന ഒരുപാട് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം ഡയമണ്ട് ടക്കോസ് അല്ലെങ്കിൽ ഡീഗോ മൗറീഷ്യോ, ഒഡയോൺ ഇന്ത്യ, കാർലോസ് ഡെൽഗാഡോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ താരങ്ങളുണ്ടല്ലോ. ഇപ്പം ആ താരങ്ങളൊക്കെ 3 കോടിയിലൊക്കെ താഴെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി ഉള്ള താരങ്ങളായിരിക്കും. പക്ഷേ ഇവരെക്കാൾ കൂടുതൽ സാലറി മേടിക്കുന്ന 4-5 ഇന്ത്യൻ താരങ്ങളുണ്ട്. അപ്പം ഇവരുടെ ഒരു ക്വാളിറ്റിയും ആ ഇന്ത്യൻ താരങ്ങളുടെ ഒരു ക്വാളിറ്റിയും വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. ഞാൻ ഒരിക്കലും ഇന്ത്യൻ പ്ലേയേഴ്സിനെ നോക്കിയോ കളിയാക്കുകയോ ഒന്നും ചെയ്യില്ല. ഞാനൊരു ക്വാളിറ്റി ഡിഫറൻസ്, കാരണം അവർക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാകാനുള്ള റീസൺ അവർ അതേപോലത്തെ ഒരു യൂത്ത് സിസ്റ്റത്തിൽ നിന്ന് വളർന്നു വന്നുകൊണ്ടോ അങ്ങനത്തെ ഒരു രാജ്യത്ത് നിന്ന് വന്നുകൊണ്ടോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു ക്വാളിറ്റിയുടെ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ ഒരു സാലറി കൂടുതൽ കിട്ടുന്നു, ഫോറിനേഴ്സിന് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആ ഒരു ക്വാളിറ്റിയുള്ള ഒരു ഫോറിൻ പ്ലെയറുടെ ഒരു പൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 കണക്കിനോ 10000 കണക്കിനോ ആയിരിക്കും. നമുക്ക് അങ്ങനത്തെ പ്ലേയേഴ്സിനെ കണ്ടെത്താൻ വേണമെങ്കിൽ സാധിക്കും. പക്ഷേ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ISL നിന്ന് മാത്രമേ പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ചിലപ്പം വിരലിലെണ്ണാവുന്ന മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്ലേയേഴ്സിന് ഡിമാൻഡും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ പ്ലേയേഴ്സിന് അത്രയും സാലറി ഒക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യവും വരും എന്നുള്ളതാണ്. സോ ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് ഇങ്ങനെ ഒരു ഓവർ പെയ്ഡ് എന്നുള്ള ഒരു ലേബലിലൊക്കെ നമുക്ക് ഇത് സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ആ ഒരു ഗുണവും ദോഷവും ഇതൊക്കെ പറയാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.